നടിമാർ നേരിടേണ്ടി വന്ന കൊടും ക്രൂരതകളുടെ കഥകളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നു കാട്ടുന്നത്. മലയാള സിനിമാ മേഖലയിലുള്ളവർ പോലും മലയാള സിനിമ തന്നെ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകുന്നത്. എല്ലാവരുമല്ല എങ്കിൽ പോലും ചിലർ, പ്രമുഖർ, അവരൊക്കെ തന്നെ അത്യുന്നതങ്ങളിലുള്ളവർ കാട്ടിയിട്ടുള്ള വളരെ മോശകരമായ കാര്യങ്ങൾ തന്നെയാണ് പുറം ലോകത്തിന് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കറുത്ത മേഘങ്ങൾ എന്ന പരാമർശങ്ങളുമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത്. ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടിന്റെ ആദ്യ പേജ് തുടങ്ങുന്നത് ഈ വാചകങ്ങളോടെയാണ്: ദുരൂഹതകൾ നിറഞ്ഞതാണ് മലയാള സിനിമാ മേഖല. പുറമേ കാണുന്നത് പോലെ സുന്ദരമല്ല ഈ നക്ഷത്രങ്ങളും താരകങ്ങളും എന്നുമാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ഒഴിവാക്കാൻ വരെ നടിമാരോട് വഴങ്ങിക്കൊടുക്കാൻ പറഞ്ഞ നിരവധി ആളുകൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിന്നീട് അങ്ങോട്ട് പറയുന്നത്. പിന്നെ അങ്ങോട്ട് ക്രൂരമായ പലതരത്തിലുള്ള അനുഭവ കഥകളാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്നത് കടുത്ത ലൈംഗിക ചൂഷണമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം ക്രിമിനലുകളാണെന്ന് ഇതിൽ എടുത്തു പറയുന്നുണ്ട്. മലയാള സിനിമയിൽ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും, കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ളവ നടക്കുന്നു. സിനിമാ മേഖലയിലെ നടികൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. വ്യാപകമായ രീതിയിൽ ലൈംഗിക ചൂഷണം ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. വഴിവിട്ട പല കാര്യങ്ങളും ചെയ്യാനായി സംവിധായകരും നിർമ്മാതാക്കളും സമ്മർദ്ദം ചെലുത്താറുണ്ടെന്നും റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. ചില അവസരങ്ങളിൽ നടന്മാർ പോലും അല്പവസ്ത്രം ധരിച്ചാൽ അവസരമാണെന്ന് പറയുന്നവരുണ്ട്. ഇറുകിയ വസ്ത്രം ധരിക്കാനായി നിർബന്ധിക്കുന്നവരുണ്ട്. സ്ത്രീകളോട് ഒരുവിധം പ്രാകൃത സമീപനമാണ് പുരുഷന്മാർക്കുള്ളത്. അവസരം നൽകാൻ വേണ്ടി ശരീരം ചോദിക്കുന്നവരാണ് സിനിമയിലെ ചിലരെന്നും മൊഴി നൽകുന്നുണ്ട്. രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു, വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും. പലരും പേടിച്ച് സഹിച്ച് മുന്നോട്ട് സഹനം ഉള്ളിലൊതുക്കിയാണ് നീങ്ങുന്നത്. വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവം ഒന്നും തന്നെയല്ല. നിരവധി ആക്രമണം ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്, പുറംലോകം അറിയുന്നില്ല എന്ന് മാത്രം. സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ പോലും പല നടിമാർക്കും ഭയമാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇനി പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ലാത്ത, കരാറിലില്ലാത്ത നഗ്നരംഗങ്ങൾ പോലും ഷൂട്ട് ചെയ്യാനായി പലരും നിർബന്ധിക്കും. സിനിമയിൽ നിന്നും ഒഴിവാക്കാനായി ആവശ്യപ്പെട്ട നടിയോട് സംവിധായകൻ വഴങ്ങിക്കൊടുക്കാൻ പോലും ഒരു ഘട്ടത്തിൽ ചോദിച്ചു. അനുവാദമില്ലാതെ ചിത്രീകരിച്ച നഗ്നത ഡബ്ബിംഗ് സമയത്തായിരുന്നു കണ്ടത്. ആ സീൻ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. എന്തിനു പറയുന്നു, മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്തത് കൊണ്ട് വെള്ളം കുടിക്കാതെ പല സ്ത്രീകളും മണിക്കൂറുകളോളം ലൊക്കേഷനിൽ കഴിയേണ്ട അവസ്ഥയുണ്ട്. ഒന്ന് കിടക്കാനോ ഉറങ്ങാനോ ഇരിക്കാനോ സൗകര്യങ്ങളില്ലാത്ത പല ലൊക്കേഷനുകളുമുണ്ട്. ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. പാഡ് മാറ്റുന്നതിന് പോലും സെറ്റിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം. മണിക്കൂറുകളോളം അങ്ങനെ ശുചിമുറിയിൽ പോകാൻ കഴിയാതെ സെറ്റിൽ തുടരേണ്ടി വരാറുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ പലർക്കും മൂത്രാശയ അണുബാധ രോഗങ്ങളടക്കമുണ്ട് എന്നും അതിന് ചിലപ്പോഴൊക്കെ തന്നെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നുവെന്നും പറയുന്നു. പലപ്പോഴും പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ളവർ ശുചിമുറി ഉപയോഗിക്കാൻ പോലും സ്ത്രീകളെ അനുവദിക്കാറില്ല. ലൊക്കേഷനിൽ തന്നെ ഒരു മറയുണ്ടാക്കി പ്രാഥമിക കൃത്യങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥയാണ് പലരും അനുഭവിക്കുന്നത്. പ്രത്യേകിച്ചും താഴേക്കിടയിലുള്ള നടിമാർ. നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അടക്കമുള്ളവർ ലൈംഗിക താല്പര്യത്തിന് പലതവണയായി പല രീതികളിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വഴങ്ങാൻ സമ്മർദ്ദം ചെലുത്തും. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ലൈംഗിക ആവശ്യത്തിന് വഴങ്ങിയാൽ മാത്രമാണെന്നുള്ള വളരെയധികം ഞെട്ടിക്കുന്ന അതിക്രൂരമായ വിവരങ്ങളും പുറത്തുണ്ട്. നല്ല ഭക്ഷണം നൽകുന്നതും മോശം ഭക്ഷണം നൽകുന്നതുമായിട്ടുള്ള കഥകൾ. ഒരു ദിവസം മോശമായ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉപദ്രവിച്ച അതേ ആളിൻ്റെ ഭാര്യയായി ഇൻറ്റിമേറ്റ് സീനുകൾ അഭിനയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട്. സിനിമയിലെ സ്ത്രീയെ ഒരു ലൈംഗിക വസ്തുവായി മാത്രമാണ് പലരും കാണുന്നത്. നോ എന്ന് പറഞ്ഞാൽ, അതിനെ എതിർത്താൽ, അതൊക്കെ ഓക്കെ ആയ സീനായിരുന്നാൽ പോലും പലതവണ റീടേക്ക് എടുപ്പിക്കും. എന്തിനേറെ പറയുന്നു, 17 തവണയിലധികം ഒരേ സീൻ എടുപ്പിച്ച സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് ഒരു നടി വെളിപ്പെടുത്തിയത്.